അങ്കിൾ എന്താ കാണണമെന്ന് പറഞ്ഞത്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഡേവിഡിന് അരികിലേക്ക് ചെന്നുകൊണ്ട് എഡ്ഡി ചോദിച്ചു. അത് മോനെ, ഞാൻ പറയുന്നത് എത്രത്തോളം നിനക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. അന്നൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഹിമയെ ഞങ്ങൾ ആദ്യമായി കാണുന്നത്. ക്ലാരയെ കണ്ടതും എൻ്റെ കുഞ്ഞ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ ചിരിയും ആ കൊഞ്ചലും, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ക്ലാരയുടെ മുഖത്ത് ചിരി വിരിയുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അത് ഹിമമോളാവണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വിധി അവളെ ഞങ്ങൾക്ക് തന്നു. പകരം കാശാണ് മുകുന്ദൻ ആവശ്യപ്പെട്ടത്. ആദ്യം അയാളോട് ദേഷ്യം തോന്നി. പിന്നെയാണ് അയാളുടെ അവസ്ഥ മനസ്സിലായത്. അയാളുടെ ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്നൊന്നും അപ്പോൾ ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എൻ്റെ ക്ലാരയുടെ സന്തോഷം മാത്രമായിരുന്നു വലുത്. അങ്ങനെയാണ് ഹിമ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സ്വന്തം മോളായിട്ട് തന്നെയാണ് വളർത്തിയതും സ്നേഹിച്ചതും. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് ഡേവിഡ് എഡിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് തുടർന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. എത്രയൊക്കെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും അവൾ അവരുടെ ചോരയാണ്. അവിടെ ചെന്ന് എല്ലാവരെയും കാണുമ്പോൾ അവളുടെ മനസ്സ് മാറിയാൽ എഡി, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. ഡേവിഡ് എഡിയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ചു. അവളെ തിരിച്ചു കൊണ്ടുവന്നേക്കണേ മോനെ. അവളല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക്, ഡേവിഡ് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിളിന് അറിയില്ലേ ഹിമയെ? അവൾ നിങ്ങളുടെ മകളാണ്. അവൾ തിരിച്ചു വന്നിരിക്കും, എഡി ഡേവിഡിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അധികം താമസിയാതെ അവർ നാട്ടിലേക്ക് തിരിച്ചു. ഡേവിഡിനും ക്ലാരയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഹിമയുടെ വേർപാട്. പക്ഷേ വിധി അതിനെ തടുക്കാനാവില്ലല്ലോ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത ഊരാക്കുടുക്കിലേക്കാണ് താൻ പോകുന്നതെന്നോ ഇതോടെ ജീവിതം ഒരിക്കലും ചിന്തിക്കാനാകാത്ത വണ്ണം മാറാൻ പോകുന്നു എന്നോ ഹിമയ്ക്കും അറിയില്ലല്ലോ. പച്ച വിരിച്ച ഒരു കുന്നിൻ ചെരുവ്, കൈ നിറയെ ചുവന്ന റോസാപ്പൂക്കളുമായി നടന്നു നീങ്ങുകയാണ് അലോഷി. പെട്ടെന്നാണ് ദൂരെ നിന്നും തനിക്കരികിലേക്ക് നടന്നെടുക്കുന്നവളിൽ അലോഷിയുടെ കണ്ണുകൾ ചെന്ന് നിന്നത്. കുറച്ചകലെയാണവൾ. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷെ അവൾ തന്നിലേക്ക് നടന്നെടുക്കുമ്പോൾ അവനിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. ഹൃദയതാളം വേഗത്തിലാവുന്നു. അവളിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ കാലുകൾക്ക് വേഗതയേറുന്നത് അവൻ പോലും അറിഞ്ഞിരുന്നില്ല. തൊട്ടരികിലതാ തൻ്റെ പ്രണയം. പെട്ടെന്നാണ് കോടമഞ്ഞ് പടർന്നത്. അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ ഒന്ന് ആഞ്ഞെങ്കിലും അപ്പോഴേക്കും കോടമഞ്ഞ് അവൻ്റെ കാഴ്ചയെ പൂർണ്ണമായും മറച്ചിരുന്നു. ഒരിക്കലും അവളെ വിട്ടുകളയരുതെന്ന് ആരോ പറയും പോലെ പ്രാണനായവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ കൈ നീട്ടിയെങ്കിലും അപ്പോഴേക്കും കോടമഞ്ഞിനോടൊപ്പം അവളും അലിഞ്ഞു ചേർന്നിരുന്നു. പെട്ടെന്നൊരു ഞെട്ടലോടെ അലോഷി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കണ്ടതെല്ലാം വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് എത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ അവന് സാധിച്ചില്ല. പെട്ടെന്നാണ് അലക്സ് അങ്ങോട്ടേക്ക് വന്നത്. എന്താടാ, എന്തു പറ്റി? അലക്സ് ചോദിച്ചു. ഡാ, അത് അവളെ ഞാനിവിടെ. അലോഷിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിലെ പിടപ്പ് കണ്ടപ്പോൾ തന്നെ അലക്സിന് കാര്യം മനസ്സിലായി. സാരമില്ലടാ, പോട്ടെ. അല്ലെങ്കിൽ തന്നെ അവൾ എവിടെ പോകാനാ? ഇവിടെയൊക്കെ തന്നെയുണ്ട്. നിന്നെ വിട്ട് അവൾ എങ്ങോട്ട് പോകാനാ? അലക്സ് പറഞ്ഞു. ഫിലിപ്പിൻ്റെ സഹോദരി സൂസമ്മയുടെ മകനാണ് അലക്സ്. എന്തിനും ഏതിനും പണ്ട് തൊട്ടേ അലോഷിക്ക് കൂട്ട് അലക്സ് തന്നെയാണ്. അലക്സ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവിടെ എല്ലാം കേട്ട് ഫിലിപ്പ് നിൽക്കുന്നത് കണ്ട് അലക്സിൻ്റെ മുഖം വിളറി. മനഃപൂർവ്വം തിരുത്താതിരുന്നതാണ്. സോഫി ഇനി വരില്ല എന്ന് അവനും അറിയാം. അത് അംഗീകരിച്ചാൽ പിന്നെ അവനില്ല. നമ്മൾ എപ്പോഴൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയുള്ള അവൻ്റെ പ്രതികരണം അപ്പച്ചനും അറിയുന്നതല്ലേ. എനിക്ക് വയ്യ അവനെ വീണ്ടും ആ അവസ്ഥയിൽ കാണാൻ. പോട്ടെ അപ്പച്ച, അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അലക്സ് ഫിലിപ്പിനോടായി പറഞ്ഞു. ഫിലിപ്പ് അലക്സിൻ്റെ കൈ മുറുകെ പിടിച്ചു. സമയം കടന്നുപോയി. അലക്സും ഫിലിപ്പും സാറയും ഡൈനിങ് ടേബിളിലുണ്ട്. അന്നമ്മയും സുസമ്മയും അടുത്ത് തന്നെയുണ്ട്. അലോഷി റെഡിയായി സ്റ്റെയർ ഇറങ്ങി വന്നു. ബ്ലൂ കുർത്തയും മുണ്ടുമാണ് വേഷം. മുടി നന്നായി ചീകി ഒതുക്കി. കാട് പോലെ വളർന്ന താടി ട്രിം ചെയ്തിട്ടുണ്ട്. കുർത്തയുടെ 2 ബട്ടൺസ് തുറന്നിട്ടിട്ടുണ്ട്. അത് കാരണം കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണക്കൊന്ത ചെറുതായി കാണാം. ആകെ മൊത്തം നല്ല ലുക്കിലാണ് ചെക്കൻ്റെ വരവ്. ആഹാ, ഇതാരാ? സാറയാണ് അലോഷി ആദ്യം കണ്ടത്. സാറയുടെ ചോദ്യം കേട്ട് ബാക്കി എല്ലാവരും സ്റ്റെയർ ഇറങ്ങി വരുന്ന അലോഷിയെ നോക്കി. അടുത്തെങ്ങും അലോഷിയെ ഇത്ര സന്തോഷത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. എന്നാ ലുക്കാടാ ചെക്ക. ഞാനൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഇവൻ്റെ 7 അയലത്തെത്തുന്നില്ലല്ലോ കർത്താവേ, അലക്സ് പറഞ്ഞു. അത് പിന്നെ അലക്സിച്ചായ, അലോഷിച്ചനെ ഡെയിലി കുളിക്കും.
തന്നെ പോലെയല്ല. സാറ അലക്സിനെ കളിയാക്കി. ഓ പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെർഫ്യൂം വാങ്ങുന്നത് ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. ദാ പെണ്ണെ, കഴിക്കാൻ തന്നത് വാരി പൊത്തിയിട്ട് എണീറ്റ് പൊക്കോ, ഞാനെടുത്തിട്ട് അലക്കുവേ, അലക്സ് കപട ദേഷ്യത്തിൽ പറഞ്ഞു. സാറ നല്ലൊരു ചിരി പാസ്സാക്കി. പിന്നെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങോട്ടാടാ ഈ നേരത്ത്? ആരെയെങ്കിലും കാണാനുണ്ടോ? അലക്സ് ചോദിച്ചു. ആടാ, ഞാൻ സോഫിയുടെ അടുത്തേക്കാ, അലോഷി കുർത്തയുടെ കൈ തെറുത്തുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് എല്ലാവരുടെയും മുഖം വാടിയത്. അലോഷി അത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. എടാ കൊച്ചേ, എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോടാ, ഫിലിപ്പ് പറഞ്ഞു. വേണ്ട അപ്പച്ച, ഇപ്പോൾ തന്നെ ലേറ്റായി, ഇനിയും വൈകിയാൽ ശരിയാവില്ല, അലോഷി നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. എടാ നിക്ക്, ഞാനും വരാം, ഒറ്റയ്ക്ക് പോകണ്ട, അലക്സ് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ പുറത്തേക്ക് പോയി. സൂസമ്മ ഫിലിപ്പിനെയും അന്നമ്മയെയും മാറി മാറി നോക്കി. ഫിലിപ്പിൻ്റെ മുഖത്ത് ദയനീയ ഭാവമായിരുന്നെങ്കിൽ അന്നമ്മയുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. നിങ്ങൾ എന്താ ഇച്ചായ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇച്ചായൻ്റെ മുന്നിൽ കൂടെയല്ലേ അവൻ ഇറങ്ങിപ്പോയത്? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇനിയും ശരിയാവില്ല ഇച്ചായ, ഈ ഭ്രാന്തിന് ഒരവസാനം വേണ്ടേ? അന്നമ്മ സങ്കടത്തോടെ ചോദിച്ചു. അന്ന ചേട്ടത്തി, ഇച്ചായനെ ഒന്നും പറയല്ലേ, ആ പാവ എന്ത് ചെയ്യാനാ? ഈ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. ചേട്ടത്തി ഒന്ന് സമാധാനപ്പെട്ടെ, കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും, സൂസമ്മ അന്നമ്മയോടായി പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എൻ്റെ വിഷമം ഞാൻ പിന്നെ ആരോട് പറയും? എല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. ഇനി കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു. അപ്പോഴും അവൻ ഈ ഭ്രാന്തും കൊണ്ട് നടന്നാലോ? വെറുതെ ഒരു കൊച്ചിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണോ? അന്നമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിന് ആർക്കും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അലോഷി കാർ സ്റ്റാർട്ട് ചെയ്തതും അലക്സ് വേഗം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ആഹാ, നീയും വരുന്നുണ്ടോ? അലോഷി അലക്സിനോടായി ചോദിച്ചു. അതെന്താ, ഞാൻ കൂടെ വന്നാൽ? അലക്സ് ഒരു താളത്തിൽ ചോദിച്ചു. വന്നോ വന്നോ, അതും പറഞ്ഞ് അലോഷി കാർ സ്റ്റാർട്ട് ചെയ്തു. എടാ, നമുക്ക് പള്ളിയിലൊന്ന് കയറിയിട്ട് പോയാലോ? അലക്സ് ചോദിച്ചപ്പോൾ അലോഷി അതിന് സമ്മതിച്ചു. കാറ് പള്ളിമുറ്റത്ത് നിർത്തി രണ്ടുപേരും അകത്ത് കയറി പ്രാർത്ഥിച്ചു. എടാ, നമുക്ക് പപ്പയുടെ കല്ലറ വരെ ഒന്ന് പോകാം, അലക്സ് വിളിച്ചപ്പോൾ അലോഷി അവനോടൊപ്പം നടന്നു. തോട്ടത്തിൽ സക്കറിയ എന്ന് എഴുതിയിരിക്കുന്ന കല്ലറയ്ക്ക് മുന്നിൽ ചെന്ന് അലക്സ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോൾ അലക്സ് അലോഷിയെ തടഞ്ഞു. അലക്സ് പറഞ്ഞപ്പോൾ അലോഷി സംശയത്തോടെ അലക്സിനെ നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? അലക്സ് സ്വരം കടുപ്പിച്ച് ചോദിച്ചു. എന്തുദ്ദേശം? അലോഷി ഒന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. സോഫി, അതൊരു അടഞ്ഞ അധ്യായമാണ്. ആരെക്കാളും നന്നായി നിനക്കതറിയാം. പക്ഷേ ഇപ്പോൾ നിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ എനിക്കെന്തോ പേടി തോന്നുന്നടാ. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും നിന്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. വർഷം ഇത്രയൊക്കെ ആയില്ലേ, എല്ലാം മറന്ന് നിനക്കും ഒരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ? അലക്സ് പറഞ്ഞു നിർത്തി. നീ എന്താടാ കരുതിയത്? എനിക്ക് ഭ്രാന്താണെന്നോ? ഒന്നുമല്ല, എനിക്കറിയാം സോഫി ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന്. അവൾ പോയ അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ചില സമയത്ത് നിയന്ത്രണം വിട്ടുപോകുന്നു, ശരിക്കും ഭ്രാന്ത് പിടിക്കും പോലെ. ആ അവസ്ഥ മറികടക്കാൻ ഞാൻ തന്നെ കണ്ടെത്തിയ വഴിയാണിതൊക്കെ, അല്ലാതെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണമെന്നും എനിക്കില്ല, നീ ക്ഷമിക്കടാ, അലോഷി അലക്സിൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, എന്നോട് നീ ക്ഷമ ചോദിക്കുകയൊന്നും വേണ്ട. ആരെക്കാളും നന്നായി എനിക്കറിയില്ലേ നിന്നെ? പിന്നെ നിനക്കറിയാമല്ലോ, സാറമോളുടെ കെട്ടിൻ്റെ കൂടെ തന്നെ നിൻ്റെയും നടത്താനാണ് എല്ലാവരുടെയും തീരുമാനം. അപ്പോൾ നീ ഇങ്ങനെ സോഫി സോഫി എന്ന് പറഞ്ഞ് നടന്നാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത്? അലക്സ് ചോദിച്ചു. എനിക്ക് ജീവിക്കാൻ ഒരുത്തിയുടെയും കൂട്ടുവേണ്ട. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചത്, അതിന് ഞാനൊരു കണ്ടീഷൻ വെച്ചത് മോനെ അറിഞ്ഞില്ലേ? അലോഷി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അലക്സ് ഒന്നും മനസ്സിലാവാതെ അലോഷിയെ നോക്കി. അലക്സിൻ്റെ നിൽപ്പ് കണ്ട് അലോഷി ചിരിച്ചുകൊണ്ട് തുടർന്നു. എടാ, കല്യാണക്കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് വേണ്ടി ആരെ കണ്ടുപിടിച്ചാലും അവൾക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയണം. പിന്നെ അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഈ കല്യാണം നടത്തൂ എന്നൊക്കെ. എൻ്റെ കഥയൊക്കെ അറിയുമ്പോൾ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരുത്തി വരുവോടാ എന്നെ കെട്ടാൻ? അതുകൊണ്ട് നീ കല്യാണക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. എല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് അലക്സ്. നീ വന്നേ, ഞാൻ എൻ്റെ പെണ്ണിന് വേണ്ടി കുറച്ച് പൂക്കൾ വാങ്ങട്ടെ, അവൾക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ്. അലോഷി നേരെ പള്ളിക്കടുത്തുള്ള ഫ്ലവർ ഷോപ്പിലേക്ക് കയറി. അലക്സ് പുറകെ ചെന്നു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കാം. പൂക്കൾ വാങ്ങി നേരെ പോയത് ഒരു കുന്നിൻ ചെരുവിലേക്കാണ്. കാർ നിർത്തി അലോഷി പൂക്കളുമായി പുറത്തേക്കിറങ്ങി. കൂടെ അലക്സും. ഡാ, നീ ഇവിടെ നിന്നോ, ഞാൻ പോയി കണ്ടിട്ട് വരാം, അലോഷി പറഞ്ഞു.
എടാ സൂക്ഷിച്ചു പോണേ, കോട ഇറങ്ങിയിട്ടുണ്ട്, അലക്സ് വിളിച്ചു പറഞ്ഞു. അലോഷി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് അലോഷി ആ കാഴ്ച കണ്ടത്. കോടമഞ്ഞ് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു സ്ത്രീരൂപം തനിക്ക് നേരെ വരുന്നു. വെളുത്ത് മെലിഞ്ഞ ഒരു പെൺകുട്ടി. നീണ്ട് ഇടതൂർന്ന് ഷോൾഡർ മുട്ടുന്ന മുടി. കാറ്റത്ത് പാറി നടക്കുന്നു. ശരിക്കും ഒരു മാലാഖ പോലെ. ആ രൂപം തനിക്കടുത്തേക്ക് വരുമ്പോൾ അലോഷിയുടെ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി. ഇത്തവണയും ഞെട്ടിയത് അലക്സ് ആയിരുന്നു. അലോഷി നോക്കുന്ന അതേ ദിശയിലേക്ക് തന്നെയാണ് അലക്സ് നോക്കി നിൽക്കുന്നത്. സോഫി, അലക്സ് പതിഞ്ഞ സ്വരത്തിൽ അറിയാതെ പറഞ്ഞുപോയി.